إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال موسى لفتاه لا أبرح حتى أبلغ مجمع البحرين أو أمضي حقبا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സർവലോക സൃഷ്ടാവും നിയന്താവുമായ നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിന്റെ വിധി കൽപ്പനകൾ ജീവിതത്തിന്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും രഹസ്യ പരസ്യ മേഖലകളിലുമെല്ലാം കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന, പ്രമാണബദ്ധമായി ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അങ്ങനെ തന്നെ ഇഹലോകവാസം വെടിയുന്ന യഥാർത്ഥ വിജയികളിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൽ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ടെൻഷനില്ലാത്ത ഒരു ജീവിതമാണ്. ഭൗതിക വിഭവങ്ങളുടെ ആധിക്യം അത് എത്ര ഉയരങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചാലും മാനസികമായി സമാധാനമില്ലാത്തവരാണ് നമ്മളെങ്കിൽ
നമ്മൾ അനുഭവിക്കുന്ന യാതൊരു ഭൗതിക സുഖങ്ങൾക്കും ഒരു ആസ്വാദനം ഉണ്ടാകില്ല എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ ഇത്രയും സമയത്തിനിടയിൽ പല അവസ്ഥകളിലൂടെ കടന്നുപോയവരാണ് നമ്മൾ ഓരോരുത്തരും. ചിലർക്കെങ്കിലും ജീവിതം മടുത്ത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണത അധികം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ചില ആളുകൾ പരമാവധി പിടിച്ചു നിൽക്കും. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും ടെൻഷനുകൾ വന്നാലും പരമാവധി പിടിച്ചു നിൽക്കും. പക്ഷെ സമാധാനമില്ലാത്തൊരു ജീവിതമാണ് നമ്മുടെ പക്കലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ ദിനേന എന്നോളം കൃത്യമായി നമ്മൾ ചെയ്യുന്ന പലതിനെയും സാരമായി ബാധിക്കാറുണ്ട്. ഉദാഹരണമായി ഭക്ഷണം. എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും സമാധാനമില്ലാത്ത മനസ്സിനുടമയാണെങ്കിൽ ആസ്വദിച്ചു കഴിക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ദിനേന എന്നോണം ആരോഗ്യത്തിന്റെ ഭാഗമായി ചെയ്യുന്നൊരു കാര്യമാണ് ശാന്തമായ ഉറക്കം. ആ ഉറക്കത്തെയും സാരമായി ബാധിക്കും നമ്മുടെ മാനസിക ലെവലുകൾ. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥമായൊരു ഭാഗത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ കിടത്തത്തെ അത് ബാധിക്കും. ഇതൊക്കെ ബാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ വരെ സമാധാനമില്ലാത്ത ടെൻഷനുള്ള ചില ജീവിതങ്ങൾ ബാധിക്കുമെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി. പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ധൈര്യം എന്നുള്ളത് സമാധാനമുള്ളൊരു ജീവിതം നൽകുക എന്നതാണ്. ഗസയിൽ ഈ ഉമ്മത്തിലെ പല അംഗങ്ങളും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 69,000 പേരുടെ മുകളിലാണ് അവിടെ അക്രമങ്ങളിലൂടെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു ആ നാട്ടിലെ ആളുകൾക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് എന്ത് തന്നെ പരീക്ഷണങ്ങൾ നടന്നാലും എന്റെ ജീവിതം ഈ ആരോഗ്യം നാളെ അനാരോഗ്യത്തിന് വഴിമാറിയാലും എന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ നാളെ ദാരിദ്ര്യാവസ്ഥക്ക് വഴിമാറിയാലും എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അതിനെയൊക്കെ ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കി മനസ്സിനെ പാകപ്പെടുത്തി സമാധാനമുള്ളൊരു വഴിയിലൂടെ പോകണമെങ്കിൽ ഒന്നാമതായി ഇസ്ലാം നമ്മോട് പറഞ്ഞ പരിഹാരം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രയാണം എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ആ ലക്ഷ്യം ജനുവിനാണോ, ആത്മാർത്ഥമാണോ, ഇഖ്ലാസുള്ള യാത്രയാണോ, നിഷ്കപടമാണോ എങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്തെന്ത് പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ട് അനുഭവപ്പെടുകയുള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിയ ഒരു വചനം മൂസാ നബിയുമായി അള്ളാഹു പരാമർശിച്ച വിശുദ്ധ ഖുർആനിലെ കഹ്ഫിലൊരായത്താണ്. മൂസാ നബി ഒരിക്കൽ ഒരു വാഹിദായിട്ട് എണീറ്റ് നിൽക്കുകയാണ്. തന്റെ സമൂഹത്തിന്റെ മുന്നിൽ, ബനു ഇസ്രായേലിന്റെ മുന്നിൽ എണീറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് കൂട്ടത്തിൽ നിന്നൊരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, മൂസാ പ്രവാചകനോട് ചോദിക്കുകയാണ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ളവനാരാണ്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം പറഞ്ഞു, വഹി കിട്ടുന്ന നബി എന്നുള്ള നിലക്ക് പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാള് ഞാൻ തന്നെയാണ് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമയെ പറഞ്ഞു വിട്ട് അല്ലാഹു തിരുത്തി കൊടുത്തു. അല്ലയോ മൂസ, നിങ്ങളെക്കാൾ അറിവുള്ള ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞപ്പോ എന്നേക്കാളും അറിവുള്ള ആളോ എന്ന് ചിന്തിച്ച് അതിനെ നിരാകരിക്കുകയല്ല ചെയ്തത്. ആ അറിവുള്ള ആളെ തേടി പോവുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, 2 സമുദ്രങ്ങൾ സംഗമിക്കുന്ന മജ്മഉൽ ബഹ്റൈൻ, അവിടെ നിങ്ങൾക്ക് ഇയാളെ കണ്ടെത്താം. ചരിത്രം മനസ്സിലാക്കിയിടത്തോളം
മൂസാ നബിയേക്കാൾ അറിവുള്ള വ്യക്തി ഖിളർ അലൈഹിസ്സലാമയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കേട്ടതാണല്ലോ. ഞാനത് പറയാനല്ലത് പറഞ്ഞത്. മൂസാ നബി തന്റെ പ്രധാന ലക്ഷ്യത്തിലേക്ക് യാത്ര പോവാണ്. എന്താ യാത്ര? തന്നേക്കാൾ അറിവുള്ള ആ വ്യക്തിയെ കണ്ടെത്തണം. അതാണ് മൂസാ നബിയുടെ ഇനിയുള്ള ടാർഗറ്റ്. തന്റെ ഭൃത്യനെയും കൂട്ടി കൊട്ടയിൽ, ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഭക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സ്യത്തെയും വെച്ച് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ഭൃത്യന്റെ കൂടെ ആ അറിവുള്ള വ്യക്തിയെ കാണാൻ വേണ്ടി പോവാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, വഇദ് ഖാല മൂസ ലിഫതാ, തന്റെ കൂടെയുള്ള തന്റെ ഭൃത്യനോട് അദ്ദേഹം പറയുന്നുണ്ട്, ലാ അബ്റഹു ഹത്താ അബ്ലുഅ മജ്മഅൽ ബഹ്റൈൻ ഔ അംദിയ ഹുഖബാ, രണ്ട് സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലം, അതല്ല എങ്കിൽ സുദീർഘകാലം ഈ നടത്തം തുടരുക, എന്റെ ലക്ഷ്യസ്ഥാനം പ്രാപിക്കുന്നത് വരെ ഞാൻ എന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയുകയാണ്. അങ്ങനെയാണ് പ്രയോഗം തന്നെ. ഔ അംദിയ ഹുഖബ എന്ന് പറഞ്ഞാൽ എന്റെ ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണത്തിന് വേണ്ടി കരുതി വെച്ച ആ മത്സ്യം അദ്ദേഹം കഴിച്ചില്ല എന്നാണ്. സുദീർഘമായ യാത്ര. ഇന്നത്തെ പോലെ യാത്രാ മാർഗങ്ങൾ കുറവാണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്, സുദീർഘമായ യാത്രയാണ്. അവസാനം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭൃത്യനോട് ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ പറഞ്ഞൊരു വാക്ക് കാണാം, فلما جاوزا قال لفتاه. അങ്ങനെ രണ്ടുപേരും യഥാർത്ഥത്തിലുള്ള ആ ദൂരം താണ്ടിയെത്തിയ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം തന്റെ സേവകനായ കൂടെയുള്ള ആളോട് പറഞ്ഞു, എന്ത്? ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ, ഈ യാത്രയുടെ ക്ഷീണം നമ്മളെ ഇതാ ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കൂ എന്നാണ്. എപ്പോഴാണ് മൂസാ നബിക്ക് വിശപ്പ് അനുഭവപ്പെട്ടത്? എപ്പോഴാണ് മൂസാ നബിക്ക് ക്ഷീണം അനുഭവപ്പെട്ടത്? ലക്ഷ്യസ്ഥാനം പ്രാപിച്ചപ്പോൾ. അതിനിടയിൽ യാത്ര ക്ഷീണം മറന്നു, അതിനിടയിൽ വിശപ്പ് മറന്നു, അതിനിടയിൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. ഇതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, അല്ലേ? മകളെ കെട്ടിക്കുവോളം പ്രവാസിയായി, വീടാകുവോളം പ്രവാസിയായി, ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ അറേബ്യയുടെ മണ്ണിൽ കഴിച്ചുകൂട്ടി, അല്ലെങ്കിൽ വിദേശത്ത് കഴിച്ചുകൂട്ടി, അവസാനം എല്ലാമായി എന്ന് വിചാരിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് കുറെ രോഗത്തിന്റെ അടിമകളായിട്ടാണ് നമ്മളൊക്കെ ശാന്തമായി ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ മലന്ന് ഒന്ന് കിടന്നുറങ്ങുന്നത്, നെടുനിശ്വാസമിട്ടിട്ട്. ഇതൊക്കെ എന്തിനായിരുന്നു? ഒരു ലക്ഷ്യം മുന്നിലുണ്ടായിരുന്നു, വീടെന്ന ലക്ഷ്യം, മകളെ കെട്ടിക്കുക എന്ന ലക്ഷ്യം, മക്കളുടെ വിദ്യാഭ്യാസം, തന്റെ കുടുംബം, തന്റെ ജോലി, തന്റെ സാമ്പത്തിക ഭദ്രത, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പ്രവാസിയായത്. അതിനിടയിൽ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചു, അതിനിടയിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചു. എന്തിനു വേണ്ടി? ലക്ഷ്യം മുന്നിൽ കണ്ടു എന്നുള്ളതാണ്. എങ്കിൽ ഈ ഇരിക്കുന്ന ബുദ്ധിയുള്ള എല്ലാ വിശ്വാസികളോടും എന്നോടെന്ന പോലെ പറയുകയാണ്, ഇതൊക്കെ താൽക്കാലികമായ ലക്ഷ്യമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് പരലോകത്തിലുള്ള യഥാർത്ഥത്തിലുള്ള വിജയമാണ്. വിശുദ്ധ ഖുർആൻ 2.5 വരിയിലാണ് ആ ലക്ഷ്യത്തെ കുറിച്ചിട്ടത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ നമ്മളൊക്കെ കേട്ടുപഠിച്ചൊരായത്തായിരിക്കും. ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇമ്രാനിന്റെ 185-ാമത്തെ ആയത്തെടുത്ത് പഠിച്ചതായിരിക്കും, അതെ, മറിച്ചെടുത്തിട്ട് പിന്നെ എങ്ങനെ പഠിച്ചതായിരിക്കും? കേട്ടുപഠിച്ചതായിരിക്കും. ഏതായത്ത്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പല ആളുകൾക്ക് ഹിഫ്ളുള്ള ആയത്താണത്. ജീവിത ലക്ഷ്യമാണ് റബ്ബ് പറയുന്നത് അവിടെ. താൽക്കാലിക ലക്ഷ്യമല്ല, ആത്യന്തികമായ ലക്ഷ്യമാണ് അവിടെ പറയുന്നത്. ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കുകയാണോ, ഒരു പാറയിൽ കൊത്തിവെച്ചതുപോലെ മാഞ്ഞു പോകാതെ കൊത്തിവെക്കുകയാണോ,
ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കൊന്നും പിന്നെ വലിയ പ്രയാസങ്ങളൊന്നും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരൂല എന്നാണ്. എന്താ ആയത്തിന്റെ അർത്ഥം? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എല്ലാവരും മരണത്തിന്റെ രുചി അറിയുന്നവർ. മരിക്കുന്നല്ല എന്ന് പറഞ്ഞു, മരണത്തിന്റെ രുചി അറിയുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ രുചിയുണ്ട്. മരണത്തിന്റെ രുചി വേദനയാണോ അത് അനുഭവിച്ചിരിക്കുന്നത്. പിന്നീട് നിങ്ങൾ ചെയ്ത സുഹൃതങ്ങളാണോ അതല്ല തിന്മകളാണോ, അതിനുള്ള യഥാർത്ഥമായ സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്ന ലോകം ഉയർത്തിയ നിൽപ്പിന്റെ ദിനമാണ്. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരാണോ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ടത്, വഉദ്ഖിലൽ ജന്ന, പറയപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവർ ആരാണോ, ഫഖദ് ഫാസ്. ഫഖദ് എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. തീർച്ചയായും അല്ലാഹുവാണ് സത്യം, അവനാകുന്നു യഥാർത്ഥ വിജയികൾ. ആ ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ടോ? സഹാബത്തിന്റെ ലക്ഷ്യം അതായിരുന്നു, സലഫുകളുടെ ലക്ഷ്യമതായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുള്ള പ്രാരാബ്ദങ്ങളെയൊക്കെ അവർ ഒരു പൊൻതൂവലായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു. ആത്മഹത്യ ചെയ്തൊരു സഹാബിയുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചൊരു സഹാബിയുണ്ടോ? അതല്ല ജീവിതത്തിലെ വല്ലായ്മകളും കുറവുകളും പോരായ്മകളും നാളെയുള്ള പരലോകത്തെ നിൽക്കുന്ന മുതൽക്കൂട്ടാണെന്ന് വിചാരിച്ചവർ ക്ഷമിച്ചോ? 55-ാമത്തെ വയസ്സിലാണ് ലോകം കണ്ട അറിയപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതനായ ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിന്റെ പഴുപ്പ് ബാധിക്കുന്നത്. മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ, നിങ്ങൾക്ക് അനസ്തേഷ്യക്കുള്ള മരുന്ന് തരണമെന്ന് പറഞ്ഞപ്പോ, ജീവിതത്തിന്റെ എല്ലാ അധിക ദിവസങ്ങളും നോമ്പുകാരനായിരുന്ന താബിഈയായ ഉർവത്ത് ബിൻ സുബൈർ പറയുകയാണ്, നിങ്ങൾക്ക് എന്റെ കാല് മുറിക്കാം, പക്ഷെ എന്നെ ബോധം കെടുത്താൻ പറ്റൂല, ഞാൻ നോമ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കൊടുത്ത മരുന്ന് നിരസിച്ച് പച്ചയിൽ ആ ശരീരത്തിൽ കത്തിവെക്കുമ്പോ എല്ലിലേക്ക് കത്തി തട്ടിയപ്പോഴാണ് അത്ര ഉർവത്തിന്റെ ബോധം പോയത്. ആ സമയത്ത് ബോധം തിരിച്ചു വന്നപ്പോ മുറിഞ്ഞുപോയ കാലിൽ തടവിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്ന കൂട്ടരെ, എന്റെ മുറിച്ചെടുത്ത കാലെവിടെയാണ്? ആ കാല് തന്റെ മുന്നിലേക്ക് കൊണ്ടുകൊടുത്തപ്പോ ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞത്, 55 കൊല്ലം ഈ കാലിൽ എന്നെ നടത്തിയ റബ്ബേ നിനക്കാകുന്ന സർവസ്തുതിയും എന്ന് അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല ഉർവത്ത് ബിൻ സുബൈർ ആ വൈദ്യന്റെ അടുക്കൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുന്നെയാണ് ഒരു വാർത്ത വന്നത്, നിങ്ങളുടെ 6 മക്കളിൽ ഒരു കുട്ടി ഉയർന്ന ഒരു കെട്ടിടത്തിന്റെ താഴേക്ക് വീണ് മരണപ്പെട്ടിരിക്കുന്നു. കാലുപോയ സങ്കടം മാറിയിട്ടില്ല. അപ്പോഴേക്ക് അടുത്ത വാർത്ത ചരിത്രത്തിൽ കാണാം. അദ്ദേഹം ഉടനടി പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാഹ് എന്നാണ്. കേട്ടുനിന്ന ആളുകളുടെ ചോദ്യം, എന്തിനാണ് മകൻ മരിച്ചിട്ട് നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, എനിക്ക് അല്ലാഹ് 6 മക്കളെ തന്നു. ചിന്തിക്കാൻ പറ്റുമോ ജീവിതത്തിലെ പ്രയാസങ്ങൾ എങ്ങനെ? എങ്കിൽ നമ്മൾ യഥാർത്ഥ മുസ്ലിമാണെന്ന് അർത്ഥം. ലക്ഷ്യം മനസ്സിലാക്കി ഉർവത്ത് ബിൻ സുബൈറുമാരായിരുന്നവർ. അതായത് 2 കാര്യത്തിനാണ് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്. ഒന്ന്, 6 മക്കളെ തന്നു എനിക്ക്, അതിൽ നിന്ന് ഒരാളെ മാത്രമേ ആ തന്നവൻ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി 5 പേര് സേഫല്ലേ എന്ന് പറഞ്ഞു. ആ ചിന്തക്ക് എന്താ പേരിട? രണ്ടാമത് ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞത്, ഒരു ഉപ്പ ജീവിച്ചിരിക്കെ മകന്റെ മരണം കാണേണ്ടി വന്നാൽ ആ ഉപ്പ പ്രയാസങ്ങളും വിഷമങ്ങളും ഉള്ളതോടൊപ്പം തന്നെ ഒരു അൽഹംദുലില്ലാഹ് പറയുകയാണോ, ആ ഉപ്പാക്ക് നാളെ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഭവനമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ? ഇതാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത്. പ്രയാസങ്ങൾ കുറച്ചുണ്ടാവും, സുഖങ്ങൾ ഒരുപാടുണ്ടാവും. അതിനെക്കുറിച്ച് മനുഷ്യൻ ഓർക്കൂല. പിശാച് എന്തിനെ കുറിച്ച് ഓർമ്മിക്കുള്ളൂ? പ്രയാസങ്ങളെ കുറിച്ച് മാത്രം. അപ്പൊ ഈ ഖുത്ബ കേട്ടിട്ട് ഇന്ന് ഇറങ്ങിപ്പോണ ആള് ഇത് മനസ്സ് കയറിക്കണമെങ്കിൽ പിന്നെ വിഷമങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും നമുക്ക് മറ്റുള്ളതിനെ ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകൂല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറയണം, ഈ ലക്ഷ്യത്തിൽ നിങ്ങളെ തെറ്റിക്കുന്ന 2 കാര്യങ്ങൾ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഈ ആയത്ത് ഖുർആനിൽ അറിയപ്പെട്ട ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ. സഹാബികൾ എങ്ങനെയായിരുന്നു അറിയോ? വിശ്വാസികളെ എന്നുള്ള ആയത്ത് കേട്ടാൽ ഒരു ചെവി കൂർപ്പിച്ച് കേൾക്കും. നമ്മളോട് റബ്ബിനെന്തോ പറയാണ്ട്, നമ്മളോട് റബ്ബിനെന്തോ പറയാണ്ട്. എന്താ അല്ലാഹ് പറയണത്? ലാ തുൽഹികും അംവാലുകും
വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അല്ലാഹു നൽകിയ സമ്പത്തുണ്ടല്ലോ, ഇതൊന്നും അല്ലാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ തെറ്റിപ്പിച്ചു കളയല്ല. ഇത് രണ്ടുമാണ് മനുഷ്യന്മാരെന്ന് തെറ്റിച്ചു കളയുന്നത്. അല്ലാഹു പറയുകയാണ്, വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ആരാണോ അപ്രകാരം റബ്ബിന്റെ മാർഗത്തിൽ നിന്ന് രണ്ടെണ്ണം തെറ്റിച്ചു കളയപ്പെടുന്നവർ ആരാണോ അവരാകുന്നു നഷ്ടക്കാർ. അത് നമ്മുടെ ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടം പോലെയല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മറ്റു നഷ്ടങ്ങൾ പോലെയല്ല. ഈ നഷ്ടത്തെക്കുറിച്ച് ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറഞ്ഞതാ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ എന്ന് മാത്രമല്ല ഖുസ്റാനുൽ മുബീൻ. അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ പ്രയോഗമല്ല. ഖുസ്റാനുൽ മുബീൻ, വ്യക്തമായ നഷ്ടം അത് തന്നെയാണ്. ഏത്? നരകത്തിലേക്കുള്ള പ്രവേശനം. ഇതാ ഈ 6 അടി പൊക്കുള്ള മനുഷ്യൻ, ഏത് മൃഗങ്ങളും ഒന്ന് വീട് പിടഞ്ഞിട്ടേ മരിക്കുള്ളൂ, മനുഷ്യൻ ചിലപ്പോ വീഴ്ചയിലേ വീഴാണ്. അത്ര ഉള്ളു ജീവിതം. ഈ ജുമാ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്ന ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢിയല്ലേ? ഈ ജീവിതത്തിന്റെ അപ്പുറത്ത് 40 കൊല്ലം നബിയാകാതെ ജീവിച്ച നമ്മുടെ നേതാവ് 23 കൊല്ലം നബി, 40 കൊല്ലം നബി അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 40 കൊല്ലവും നാട്ടുകാർ വിളിച്ചത് എന്താണ്? അൽ അമീൻ എന്നാണ്, സ്വാദിഖുൽ മസ്ദൂഖ് എന്നാണ്. കളവ് പറയാത്ത മനുഷ്യൻ, സത്യസന്ധനായി നടത്തുക അല്ലേ? നാട്ടുകാർ പറയുന്നുണ്ട്, ചരിത്രത്തിൽ വായിക്കാം, മുഹമ്മദ് നബിയുടെ പേര് മുഹമ്മദാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത്രക്ക് ഞങ്ങൾ വിളിച്ച് ആ പേര് മറന്നുപോയി. ഏത് പേര്? അൽ അമീൻ. 40 കൊല്ലം കളവ് പറഞ്ഞില്ല, തമാശക്ക് പോലും. ആ പ്രവാചകൻ പിന്നെ 23 കൊല്ലം നുണ പറയുന്ന നിങ്ങൾ പറയണത് ആണോ? അങ്ങനെ പറയണമെങ്കിൽ നമ്മുടെ തലക്കെന്തോ ഓളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഹബീബായ പ്രവാചകനാണ് എല്ലാ രാവിലെയും ഉറപ്പിച്ച് പറഞ്ഞിരുന്ന റബ്ബിനോട്, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ. സ്വർഗം അത് സത്യമാണ് അല്ലെ? കാലിക പ്രസക്തമായ ഒരു വിശുദ്ധ വേദഗ്രന്ഥം ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായി തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഒരബദ്ധത്തിന്റെ കണിക പോലും ലാ യഅതീഹിൽ ബാത്തിൽ. ഖുർആന്റെ പ്രയോഗം അതിൽ ബാത്തിലുകളേ ഇല്ല. പച്ചക്ക് പ്രഖ്യാപിക്കണം. ഖുർആൻ സംശയമുണ്ടോ? കൊണ്ടുവരും ഇതുപോലെയുള്ളൊരു അധ്യായം. സഹസ്രാബ്ദങ്ങളായി മുഴങ്ങുകയാണ് ദിഗന്ധങ്ങളിൽ ആ വെല്ലുവിളി. കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉറപ്പിച്ചോളി, സ്വർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞ ചെറിയൊരു പരാമർശം. പഴക്കുലകൾ നിങ്ങളിലേക്ക് ചായ്ഞ്ഞു വരുന്ന സ്വർഗം. ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. മോശപ്പെട്ട സങ്കേതം. അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല്ലളിച്ചവരായി കത്തിയമരുന്ന നരകം. ഇന്തോനേഷ്യയിലെ ശരീരശാസ്ത്ര വിഭാഗത്തിലെ വ്യത്യസ്തമായ ഒരു ശാസ്ത്രജ്ഞൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നരകവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് വായിച്ചിട്ടാണ്. ഏതാണ് ആയത്ത്? നരകത്തിൽ നരകവാസി കത്തിയമരുമ്പോ അവന് ഞാൻ ഫ്രഷായി കൊടുക്കുന്നത് തൊലിയാണ്, സ്കിന്നാണ്. തൊലിയാണ് മാറ്റി കൊടുക്കുന്നത്. അദ്ദേഹം ഈ ആയത്ത് വായിച്ചിട്ട് ചിന്തിക്കുകയാണ്, ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് ശാസ്ത്രം പഠിക്കാത്ത മുഹമ്മദ് എന്തുകൊണ്ട് വേദനയുടെ ലോകമായ നരകത്തിൽ മാംസം മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞില്ല, എല്ല് മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞില്ല, രക്തം മാറ്റിക്കൊടുക്കുമെന്ന് പറഞ്ഞില്ല. പറഞ്ഞതെന്താണ്? തൊലി മാറ്റിക്കൊടുക്കും. തൊലിയിലാണ് വേദന എന്ന് എഴുത്തും വായനയും അറിയാത്ത പ്രൊഫറ്റ് മുഹമ്മദ് എങ്ങനെ സംസാരിച്ചു എന്ന് ചിന്തിക്കുകയാണ് ലോകം. നമ്മൾ പറയുന്നു ഇതിന്റെ പിന്നിലൊരു ദൈവം ഇടപെട്ടു. അതാണ് അല്ലാഹ്. ആ അള്ളാഹുവിന്റെ ഖുർആനിലെ 1/3 ഭാഗം സ്വർഗനരകങ്ങളെ കുറിച്ച് പറയാൻ അന്ന് ഉപയോഗിച്ചു. ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തെ രഹസ്യ പരസ്യ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, കുടുംബരംഗത്ത്, ബന്ധങ്ങളിൽ ഉലച്ചിലുകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പേച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. എന്തിനു വേണ്ടി? സ്വർഗത്തിന് വേണ്ടി. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى من تبعهم بإحسان إلى يوم الدين. أما بعد.
അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഭാഗത്ത് അല്ലാഹു പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. തബാറക ജുസയിലെ തബാറക അധ്യായത്തിലെ 2-ാമത്തെ ആയത്താണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. നിങ്ങൾ ഈ ആയത്ത് ശ്രദ്ധിച്ചോ? ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചോ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ. ജീവിതവും മരണവും നല്ല, മരണവും ജീവിതവും. ആയത്തിൽ അല്ലാഹു ആദ്യം പ്രയോഗിച്ചത് അല്ലദീ ഖലഖൽ മൗത്ത്, പിന്നെ ഹയാത്ത്. മുഫസ്സിറുകൾ 5 കാരണങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ട് ആദ്യം മരണം പറഞ്ഞു? എന്തുകൊണ്ട് ആദ്യം മരണം പറഞ്ഞു? അദ്ദേഹം അവിടെ മുഫസ്സിറുകൾ പറയുകയാണ്, പണ്ഡിതന്മാർ പറയുകയാണ്, മരണാനന്തരമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്നുള്ളത് കൊണ്ടാണ് അതവിടെ പ്രയോഗിച്ചത്. ഇതോ അടുത്ത സെക്കൻഡിൽ തീരാം ക്ഷണികമായ ജീവിതമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, മഴയത്ത് മുളച്ചു പൊന്തിയ ചെടികളെ പോലെ കുറച്ചു കഴിഞ്ഞാൽ അതിനൊരു മഞ്ഞ നിറം ബാധിക്കും. ഒരു കാറ്റടിച്ചാൽ ആ ഇല ഭൂമിയിലേക്ക് പതിയും, മണ്ണോട് ചേരും. ഇതാണ് മനുഷ്യ ജീവിതം. പക്ഷേ രണ്ടും മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്തത് ഏതിനാ എന്നുള്ളത് ചിന്തിക്കാനാണ് ഇന്നത്തെ ഖുത്ബ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സിറിയ എന്ന് പറയുന്ന വലിയ ദേശത്തിന്റെ ഗവർണറായിരുന്നു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 പേരിൽ ഒരാളാണ് അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹു. സ്വർഗത്തേക്ക് പോയാണ്. സുബ്ഹാനല്ലാഹ്. അന്നത്തെ സിറിയ എന്ന് പറയുന്നത് ഇന്നത്തെ ജോർദാൻ, ഇന്നത്തെ ഫലസ്തീൻ, അതുപോലെയുള്ള പ്രദേശങ്ങളൊക്കെ ചേർന്ന വലിയ രാജ്യമാണ് അന്നത്തെ സിറിയ. ഇന്ന് പാർട്ടുവൽക്കരിച്ചു. ആ ദേശത്തിന്റെ വലിയ ഗവർണറായ അബൂ ഉബൈദയെ കാണാൻ അവിടുത്തെ ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഉമർ തങ്ങളാണ്. ഉമർ ബിൻ ഖത്താബ് അവിടെ ചെല്ലുകയാണ്. അബൂ ഉബൈദയെ അന്വേഷിച്ച് കണ്ടെത്തി. അബൂ ഉബൈദയോട് ചോദിച്ചു, ഭരണമൊക്കെ എങ്ങനെ പോകുന്നു? അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ട് പോകുന്നു. നിങ്ങളുടെ വീട് എവിടെയാണ്? അയിന ബൈതുക്. അബൂ ഉബൈദ വിസമ്മതിച്ചു. അമീറുൽ മുഅ്മിനീൻ, അത് മാത്രം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരികയാണ് അബൂ ഉബൈദ. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് വേണം. അവസാനം കാണിച്ചു കൊടുക്കേണ്ടി വന്ന വീട്. എന്തുകൊണ്ടാണ് വീട് കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചത്? വലിയ വീട് കയറ്റിയിട്ട് ഇനി ഇത് എവിടുന്ന അതിനൊക്കെ പൈസ ഖജാനയിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന് ചോദിക്കുന്നത് മേടിച്ചിട്ടല്ല. ആ വീട് വളരെ ചെറുതായിരുന്നു. ചരിത്രത്തിൽ കാണാം, ഉമർ തങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ കുമ്പിട്ടിട്ടൊക്കെ എണീറ്റ് നിന്നാൽ തലമുട്ടും. അദ്ദേഹം ചോദിക്കണം, അയിന മതാഉക, ഇവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലേ? അഇൻദക തുആമുൻ വയ്യിഫ്ലി, കഴിക്കാൻ വല്ല ഭക്ഷണം ഉണ്ടോ? നല്ല വിശപ്പുണ്ട്. ആ ചെറിയ വീടിന്റെ ഉള്ളിൽ നിന്നൊരു മരപ്പെട്ടി എടുത്തുകൊണ്ടുവന്നത് തുറന്നിട്ട് ഒരു ഉണക്കറൊട്ടി പുറത്തേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഇന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ച് ജീവിച്ചു പോകുന്ന ആളാണ് ഞാൻ. ഉടനെ തന്നെ അത് കണ്ട് കരഞ്ഞ് അബൂ ഉബൈദയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, വല്ലാഹ് ഗയ്യറതന ദുനിയ കുല്ലനാ യാ അബൂ ഉബൈദ്. അബൂ ഉബൈദ്, ഈ ദുനിയാവ് ഞങ്ങളെയെല്ലാം വഞ്ചിച്ചല്ലോ, താങ്കൾ ഒഴികെ എന്ന് പറഞ്ഞ് കരയാണ്. അദ്ദേഹം പറഞ്ഞു, പരലോകത്തേക്ക് എന്തൊരു നന്മയാണോ വേണ്ടത്, അതാണ് എന്റെ കയ്യിലുള്ളത്. സഹോദരങ്ങളെ, അബൂ ഉബൈദമാരാകണം എന്നല്ല പറയുന്നത്. അത്രയൊന്നും ചിലപ്പോൾ നമുക്ക് ആകാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ജമാഅത്തുകാരെങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീന് എത്താത്ത തെറ്റിദ്ധരിച്ച ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നിലപാടിൽ നമ്മൾ എങ്ങനെയാണ്? എന്ത് പറഞ്ഞിട്ട് മാറിക്കണം നമ്മളിൽ പല ആളുകളും, അല്ലെ? എന്ത് പറഞ്ഞിട്ട് മാറിക്കണത്? അതെ, അതൊക്കെ പ്രശ്നങ്ങളാണ്. ദഅവത്തിന്റെ രംഗത്ത് എന്തെല്ലാം അടിയും പിടിയാണ്. എവിടെ പ്രശ്നമില്ലാത്ത ഒറ്റ ഏരിയയൊക്കെ ഏരി കളിച്ചാൽ പറ്റും. ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ രാഷ്ട്രീയത്തിൽ പ്രശ്നമുണ്ട്, കച്ചവടത്തിൽ പ്രശ്നമുണ്ട്, കുടുംബരംഗത്ത് പ്രശ്നമുണ്ട്, വീട്ടിൽ ഭാര്യയും ഭർത്താവും അടി. അപ്പൊ മക്കള് പറയാം ഞങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോവാണ്, അല്ലെങ്കിൽ മക്കളും ഉമ്മയടി, അല്ലെങ്കിൽ മക്കളും ഉപ്പയടി. ഇറങ്ങിപ്പോകലല്ല വേണ്ടത്. പ്രശ്നാരത്തെ നോക്കിയിട്ട് പഠിച്ച് സത്യം മനസ്സിലാക്കി കൂടെ കൂടല്ലേ വേണ്ടത്. ആ നിലപാട് ദീനി രംഗത്തുണ്ടായിക്കണോ? ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടോ, നിങ്ങളിതൊരു ഖുത്ബ എന്നുള്ളതിന്റെ അപ്പുറത്തൊരു ഉപദേശമായിട്ട് കൂട്ടിക്കോളി. മരിക്കണ്ടേ? അബൂ ഹുറൈറ മരിക്കാൻ കിടക്കുമ്പോ കരഞ്ഞു. എന്തിനാ കരയണ വെച്ചാൽ പറഞ്ഞു, നന്മല്ല. അറിവന്വേഷിച്ച് മരുഭൂമിയിൽ തളർന്നുകൂട സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വാർദ്ധക്യത്തിന് ഒരുപാട് അവസ്ഥയിലേക്ക് അല്ലാഹു അദ്ദേഹത്തെ കൊണ്ടുപോയി.
ചുളിഞ്ഞ കണ്ണിന്റെ രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കണ്ണുനീരൊലിക്കുമ്പോഴാ ചോദിക്കുന്നത്, ജീവിതം ധന്യമായിരുന്നില്ലേ എന്ന്. കരഞ്ഞതെന്തിനാ? മുന്നോട്ടുള്ള പാതയും കഠിനമാണ് എന്ന്. അതുകൊണ്ട് ഖബറുണ്ട്, മുൻകർ നക്കീർ വരാനുണ്ട്, എല്ലാം ഉണ്ട്. 36 വയസ്സുകാരനായ എന്റെ പ്രിയ സുഹൃത്ത് കാസർഗോഡ് ജില്ലയിൽ നടന്ന പ്രൊഫ്കോണിൽ വരെ സജീവമായി പങ്കെടുത്ത, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് സജീവനായിരുന്ന ജർമ്മൻ സോഫ്റ്റ്വെയർ കമ്പനിയുടെ അറിയപ്പെട്ട മെമ്പറായിരുന്ന നമ്മുടെ ഒരു പ്രവർത്തകൻ ഹൗസ് വാമിങ്ങിന് വേണ്ടി ഫാമിലിയെ കൂട്ടി പോകുമ്പോ 5 മിനിറ്റ് വീട്ടിലെത്താൻ ബാക്കിയുള്ളൂ. 14 വീലുള്ള ലോറി കാറിൽ ഇടിച്ചു കയറി 2 വയസ്സുള്ള മകനും ആ പ്രവർത്തകനും മരണപ്പെട്ടു. മനസ്സൊന്നും പോണില്ല. പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോയി വെച്ചത് മയ്യത്താണ്. ജീവിത ലക്ഷ്യം എന്താണ്? യഥാർത്ഥത്തിലുള്ള സ്വർഗം നേടലാണ്. വീട് കയറ്റിയായി താമസിക്കലായിരുന്നു ലക്ഷ്യമെങ്കിലോ അത് കയറ്റി കുറച്ചുകാലം ജീവിച്ചിട്ടൊക്കെയല്ലേ മരിപ്പിക്കേണ്ടിയിരുന്നത്. മകളെ കല്യാണ ദിവസം ഒപ്പം മരിക്കുന്നു. അപ്പൊ ലക്ഷ്യം എന്തല്ല? മോളെ കെട്ടിച്ചയക്കുക എന്നുള്ളതല്ല. അതൊക്കെ ജീവിതത്തിന്റെ ബാധ്യതകളിൽപ്പെട്ടതാണ്. പക്ഷേ പ്രധാന ബാധ്യത തിരിച്ചറിയാം. പോകുമ്പോൾ കേൾക്കാൻ പറ്റട്ടെ. എന്ത് കേൾക്കാൻ പറ്റട്ടെ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. صافات ആയത്താണ്. തുടർന്ന് പോണ്ടേ? എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയാ. ഇസ്തിഖാമത്തോടെ ജീവിക്കുക. അവരെ കാത്തിരിക്കുന്നത് മരണസമയത്ത് മലക്ക് വന്ന് പറയും, അല്ലേ? അല്ലാ തഖാഫു വലാ തഹ്സനു, ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹു അതിലിടം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നുപോയ പാപക്കറകളെല്ലാം അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ എപ്പോഴും ഖുതുബയിൽ നിന്നും വിജ്ഞാനവേദികളിൽ നിന്നും ഖുർആൻ ക്ലാസ് നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സൂചിപ്പിച്ചത്. ഒന്ന് പൊടി തട്ടി ഉണർത്തി എന്ന് മാത്രം. ജീവിതത്തിലെ ലക്ഷ്യം മറക്കാതിരിക്കുക. നഷ്ടക്കാരിൽ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ പരീക്ഷണങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും സാമ്പത്തിക കെടുതികളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള സമസ്യകളിൽ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അതിശക്തമായ രോഗം ബാധിച്ചു കിടക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിലും ശാരീരികമായ ഒരുപാട് അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം, നമ്മുടെ പരിചയത്തിലുണ്ടാകാം. അല്ലാഹു രോഗികൾക്കെല്ലാം ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിക്കുന്ന നാളുകളുടെ എണ്ണം എത്രയാണോ ഈ ദുനിയാവിൽ, അത്രയും നാൾ ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖിനെ നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ കൂടപ്പോതര സഹോദരന്റെ മകൾ ഗർഭിണിയാണ്. കുട്ടിയുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. അല്ലാഹു ആ സഹോദരിയുടെ ശാരീരിക പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ നിന്നും ഇടകളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് യഥാർത്ഥ മുവഹിദായി സ്വർഗം കണ്ടു മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ ധാരാളം സത്യവിശ്വാസികളുണ്ട്, വിശ്വാസിനികളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഗസയിലുള്ള നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ പുലരി അനധിവിദൂരമായി തന്നെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ മേൽ അക്രമങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂതപരീക്ഷകൾ അവർക്ക് വേണ്ടി വശാരം പാടുന്ന ആളുകൾ ആരൊക്കെയാണോ അവർക്ക് അർഹമായ നിന്ദ്യത 2 ലോകത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് ഈ ഇന്ത്യ രാജ്യത്തുള്ള സമാധാന കാംക്ഷികളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.